എല്ലാവർക്കും നമസ്കാരം. സിൽസിലയുടെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സിൽസിലയുടെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം വി ഹാവ് എ വെരി സ്പെഷ്യൽ ഗസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ഈ ഗസ്റ്റ് ഒരുപാട് ടാലൻറ്റഡ് ആണ്. ഒരു ഗായികയാണ്. ഗായികനപ്പുറം വീണ വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. നമുക്ക് പരിചയപ്പെടാം. വൈക്കം വിജയലക്ഷ്മി. നമസ്കാരം വിജയലക്ഷ്മി. നമസ്കാരം. സ്വാഗതം സിൽസിലയിലേക്ക്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. എന്താണ് ഞാൻ വിജയലക്ഷ്മിയെ പറ്റി പറയേണ്ടത്? പാട്ടാണോ വായനയാണോ, ഏതാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ രണ്ടും ഇഷ്ടമാണ്. രണ്ടും ഇഷ്ടമാണ് അല്ലേ? എന്നുമുതലാണ് ഇങ്ങനെ ഇതിലോടൊരു ഇതാരാണ് അറിഞ്ഞത് ഇങ്ങനൊരു ഇഷ്ടമുണ്ട്? അച്ഛനാണോ പഠിപ്പിച്ചത്? അത് ഞാൻ ജനിച്ചത് വൈക്കം കടൂക്കര ഗ്രാമത്തിലായിരുന്നു. അതിനുശേഷം അച്ഛനും അമ്മയും ഞാനും കൂടെ മദ്രാസിൽ, അച്ഛനവിടെ ഇലക്ട്രോണിക് വർക്കായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് 1.5 വയസ്സ് മുതൽ ഞാൻ സിന്ധു ഭൈരവി എന്നുള്ള സിനിമയിൽ ഞാനൊരു സിന്ധു കാവടി ചിന്തു എന്നുള്ള അത് തന്നെ, അത് ഞാൻ പാടിയപ്പോഴാണ് സംഗീതത്തോട് താല്പര്യമുണ്ടെന്ന് അച്ഛനും അമ്മയും എല്ലാവരും അറിഞ്ഞത്. ഓക്കെ. അപ്പം അങ്ങനെ വിജയലക്ഷ്മിനെ പഠിപ്പിച്ചു അല്ലേ? ആരാണ് വിജയലക്ഷ്മിയുടെ ഗുരു? ആരാണ്? ആദ്യം ഞാൻ കാസറ്റുകൾ കേട്ട് ദാസേട്ടൻ്റെയും ബാലമുരളി സാറിൻ്റെ, MS സുബ്ബലക്ഷ്മി ടീച്ചർ, അങ്ങനെ ഒരു കാസറ്റ് കേൾക്കും. അതെ. അപ്പോൾ അതിനുശേഷം 5 വയസ്സുള്ളപ്പോൾ നാട്ടിൽ വന്നു, കേരളത്തിൽ വന്നപ്പോഴത്തേക്കും വൈക്കത്ത് വന്നു. അപ്പോൾ ദാസേട്ടന് ദക്ഷിണ സമർപ്പിച്ചു. ഓ അത് ശരി. അതെ, അദ്ദേഹമാണ് എൻ്റെ മാനസ ഗുരു. അത് ശരി. വലിയൊരു ഭാഗ്യമാണ് അല്ലേ? അതെ, അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ശരി. പിന്നെ ഈ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ, ഈ ഗായത്രി വീണ വായിക്കാനുള്ള ഇതിപ്പം ഒരു പ്രത്യേകതര വീണയാണല്ലേ? അതെ. ഇത് നമുക്ക് എങ്ങനെയാ മേടിക്കാൻ കിട്ടുമോ അതോ? ഇല്ല, ഇത് പിന്നെ വോക്കൽ പഠിക്കുന്നത് ഇപ്പോൾ മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചർ, ശ്രീ നെടുമങ്ങാട് ശിവാനന്ദൻ സാറ്, അമ്പലപ്പുഴ തുളസി ടീച്ചർ, പിന്നെ വൈക്കത്തുള്ള സുമ ടീച്ചർ, പ്രസന്ന ടീച്ചർ, അങ്ങനെ ഒരുപാട് പേരുടെ കീഴിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഓക്കെ. വീണ പഠിപ്പിച്ചത് ആരാണോ? വീണയുടെ ഗുരു എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാനാണ് അല്ലേ? അതെ. അത് ശരി. ഇത് വീണ ഇത് ഞാൻ കേട്ടു അച്ഛനാണ് ഇത് ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞു. അതെ. ആണല്ലേ? വിജയലക്ഷ്മിക്ക് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഞാൻ വായിക്കുന്നത് അതാണ്. അത് ശരി. അതിനു മുമ്പ് 1997 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാറാണ് ഗായത്രി തമ്പുരു സമ്മാനം നൽകിയത്. അത് ശരി. ആദ്യം അതൊരു കളിയായിട്ടാണ് ആരംഭിച്ചത്. അത് ശരി. പിന്നീട് അതൊരു കാര്യമായി, ജീവിതത്തിന്റെ ഭാഗമായി അല്ലേ? അത് തന്നെ. ഒരുപാട് നിരവധി വേദികളിൽ പാടാറില്ലേ? ഉണ്ട്. ഓക്കെ. ഈ വേദികളിൽ പാടുന്നത് കൂടാതെ കാസറ്റുകളിൽ വല്ലതും ഇറക്കിയിട്ടുണ്ടോ? റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. വീണ തന്നെയോ? വീണയും പാട്ടും ചെയ്തിട്ടുണ്ട്. മദ്രാസിൽ ചെയ്തിട്ടുണ്ട്, കലാവർദ്ധൻസ് സ്റ്റുഡിയോ. അത് ശരി. പിന്നെ ആലുവയിൽ സർഗസ്വര സ്റ്റുഡിയോ. അത് ശരി. ഓക്കെ. അപ്പം അങ്ങനെ നിരവധി റെക്കോർഡിങ്ങുകൾ ഞാൻ കേട്ടു. വിജയലക്ഷ്മി സ്വന്തമായിട്ടും കൃതികൾ കമ്പോസ് ചെയ്യാറുണ്ട് അല്ലേ? എഴുതുകയാണോ അതോ കമ്പോസ് ചെയ്യാണോ? മനസ്സിൽ തന്നെ എഴുതി കമ്പോസ് ചെയ്യുക അല്ലേ? ഓക്കെ. നമുക്കിപ്പോൾ ഒരു പാട്ട് കേൾക്കാം വിജയലക്ഷ്മി. ഏതാ? സ്വന്തം കൃതികളാണോ അതോ? അതെ. ഓക്കെ. ഏത് കൃതിയാ പാടാൻ പോകുന്നത്? ഞാനിപ്പോൾ 2 വർണ്ണവും 8 കീർത്തനവും 2 പല്ലവിയും ചെയ്തിട്ടുണ്ട്. അത് ശരി. ഓക്കെ. അതിൽ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരെണ്ണം പാടാം. അതിൽ ഞാൻ ഈ ഇടയ്ക്ക് ദേവിയെ കുറിച്ച് ഒരു സമഷ്ടി ചരണമാണ്, ചെറിയൊരു കീർത്തനമാണ്, ഷഹാന രാഗത്തിൽ രൂപകതാളത്തിൽ ചെയ്തിട്ടുണ്ട്. അതാണോ പാടാൻ പോകുന്നത്? അതെ. ശരി, അപ്പൊ അത് കേൾക്കാമേ. ഓക്കെ. ദേവി ശരണാഗതാർത്തി ഹരണേ അംബ ദേവി ശരണാഗതാർത്തി ഹരണേ ആശ്രിത ചരണേ ദേവി ശരണാഗതാർത്തി ഹരണേ ആശ്രിത ചരണേ ദേവി ശരണാഗതാർത്തി ഹരണേ ആശ്രിത ചരണേ ദേവി ശരണാഗതാർത്തി
ഹരണേ ആശ്രിത ചരണേ ദേവി ശരണാഗതാർത്തി ഹരണേ ദേവി ശ്രീലളിതാംബികേ ദേവി ത്രിപുരാന്തകദയിതേ ശ്രീലളിതാംബികേ ദേവി ത്രിപുരാന്തകദയിതേ ശ്രീലളിതാംബികേ ദേവി ത്രിപുരാന്തകദയിതേ ശ്രീലളിതാംബികേ ഭുക്തിമുക്തിദായിനി വിജയമനോഹരി ശങ്കരി ഭുക്തിമുക്തിദായിനി വിജയമനോഹരി ശങ്കരി ദേവി ശരണാഗതാർത്തി ഹരണി ആശ്രിത ചരണേ ദേവി ശരണാഗതാർത്തി ഹരണേ വിജയലക്ഷ്മി ഭംഗിയായിരുന്നു കേട്ടോ. താങ്ക് യു. സാധ്യയായി. ഈ സ്വന്തം കൃതികള് സ്വന്തമായിട്ട് വല്ലതും ഇറക്കിയിട്ടുണ്ടോ? കാസറ്റിലോ റെക്കോർഡ് ചെയ്യോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടാവട്ടെ കേട്ടോ അടുത്ത് തന്നെ. അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് വിജയലക്ഷ്മിയെ കാണുമ്പോ കേട്ടോ. ഇത്രയും അനുഗ്രഹിച്ചൊരു വ്യക്തി, ദൈവത്തിന് 1000 നന്ദി പറയുന്നു കേട്ടോ ഈ ഒരു അവസരത്തിൽ. ഒരുപാട് ഭാഗ്യവതിയാണ്. നിരവധി അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.